അതായത് രാവിലെ നമ്മൾ ഇതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഇതൊരു താൽക്കാലികമായിട്ടുള്ള ഒരു കുറവ് മാത്രമാണ്. അതിനുശേഷം രാവിലെ മുതൽ തന്നെ ഈ പറയുന്ന ഔൺസ് റേറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് 4000 വരെ ഇടയ്ക്ക് സമയത്ത് എത്തിയിരുന്നു. 4006 വരെ എത്തിയിരുന്നാണ്. ഇന്നലെ 4050 വരെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് 3930 ഇന്നലെ എത്തിയിരുന്നു രാത്രിയോടുകൂടി. അത് ഇന്ന് രാവിലെ 3947 ഓപ്പൺ ചെയ്തത്. ആ സമയത്തായിരുന്നു ഗോൾഡ് റേറ്റ് രാവിലത്തെ ആ വലിയ കുറവ് കാണിച്ചത്. അതിനുശേഷം ഉച്ച കഴിഞ്ഞതോടുകൂടിയാണ് ഈ വില വീണ്ടും 130 രൂപ വർദ്ധിച്ചുകൊണ്ട് 11,340 എന്ന നിലയിലേക്ക് എത്തി. ഇപ്പോ നിലവിൽ ട്രേഡിംഗ് നടക്കുന്നത് 3984 രൂപയാണ് ഒരു ഔൺസിന്റെ ഡോളർ റേറ്റ് വരുന്നത്. നിലവിലെ സാഹചര്യം നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ ട്രംപ് ഈ രാജ്യങ്ങളുടെ സമാധാനം എന്നൊക്കെ പറഞ്ഞിരുന്നത് അദ്ദേഹത്തിന് സമാധാനത്തിലുള്ള നോബൽ സമ്മാനം ലഭിക്കും എന്നുള്ള തരത്തിലേക്കുള്ള കാര്യങ്ങളുടെ ക്രമീകരണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടായിരുന്നു. പക്ഷെ ഇന്ന് ആ നോബൽ സമ്മാനത്തിന്റെ പ്രഖ്യാപനം വന്നതോടുകൂടി ട്രംപിന് നോബൽ സമ്മാനം ഇല്ല എന്ന തരത്തിലേക്ക് വാർത്തകളായി. ഇന്നലെ ഉണ്ടായ ചില സമാധാന ശ്രമങ്ങൾ ഇതുവരെയും അതിന്റെ പൂർണ്ണതയിലെത്തിയോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ലോകരാജ്യങ്ങൾക്കിടയിൽ അതിന്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഉള്ള പല കാര്യങ്ങളും നിലനിൽക്കുന്നതും സ്വർണത്തിലേക്കുള്ള ഡിമാൻഡ് ആളുകൾക്കിടയ്ക്ക് വർദ്ധിച്ച് ഒരു സാഹചര്യമുണ്ട്. അത് ഇന്ത്യയിലല്ല, വിദേശ രാജ്യങ്ങളിൽ സ്വർണത്തിലേക്കുള്ള നിക്ഷേപം കൂടുതലായി ആളുകൾ നിക്ഷേപിക്കാനായിട്ട് എത്തുന്നു. അതുകൊണ്ടാണ് സ്വർണ്ണവില താഴേക്ക് പോകാതെ നിൽക്കുന്നത്. ഇത് വീണ്ടും ഉയർച്ചയിലേക്ക് തന്നെ പോകാനുള്ള ഒരു സാധ്യതയാണ് നിലവിൽ കാണുന്നത്. ഇനി ഈ രാത്രിയിൽ എന്തെങ്കിലും അമേരിക്കൻ മാർക്കറ്റൊക്കെ ഇപ്പോൾ ഓപ്പൺ ആയതേ ഉള്ളൂ. ഇപ്പോ നിലവിൽ രാത്രിയിലൊക്കെ എന്തെങ്കിലും ചേഞ്ചുകൾ പോസിറ്റീവോ നെഗറ്റീവോ ആയി ഉണ്ടാകുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. പക്ഷെ എന്നിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ സ്വർണ്ണവില താഴേക്ക് പോകാനുള്ള ഒരു സാധ്യത കാണുന്നില്ല. അതായത് ഇന്നിപ്പോൾ ഈ സ്വർണ്ണവില കുറഞ്ഞ ഒരു സമയത്ത് ഈ ജുവലറികളെ എങ്ങനെയെങ്കിലും അത് ബാധിച്ചിട്ടുണ്ടോ? ഈ ആളുകൾ കൂടുതലായി സ്വർണത്തിന് വേണ്ടി ബുക്ക് ചെയ്യുകയോ അഡ്വാൻസ് ബുക്കിംഗ് നടത്തുകയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? അതോ ആളുകൾ വീണ്ടും ഈ സ്വർണ്ണവില ഇന്നത്തെ ഒരു പ്രസന്റ് സിനാരിയോയില് ഈ വില ഇങ്ങനെ പെട്ടെന്ന് താഴേക്ക് പോകുമ്പോഴും ആളുകൾക്ക്, സാധാരണക്കാരെ സംബന്ധിച്ച് അവർ മാർക്കറ്റ് അങ്ങനെ വലുതായിട്ട് വിശകലനം ചെയ്യുകയൊന്നും ചെയ്യില്ല. അവര് കൂടുതൽ പ്രതീക്ഷയാണ്. അവർ കൂടുതലും പരമ്പരാഗതമായി ഇന്നൊരു ദിവസം കുറഞ്ഞാൽ ഇനി കണ്ടിന്യൂസ് ആയിട്ട് കുറയാനുള്ള ഒരു സാധ്യതയാണ് ആളുകളുടെ എല്ലാം മനസ്സിലുള്ളത്. അങ്ങനെ ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് ആളുകൾ ഈ ബുക്കിങ്ങിനായി ഓടി കടകളിലേക്ക് വരുന്നൊരു തിരക്കൊന്നും ഇന്നങ്ങനെ ഇല്ലായിരുന്നു. അത് മാത്രവുമല്ല, ഈ സ്വർണ്ണവില കുറഞ്ഞെങ്കിൽ തന്നെയും 24 ക്യാരറ്റിന്റെ വില കൂടിയാണ് നിൽക്കുന്നത്. അതിനാൽ തന്നെ ഈ സ്വർണം വില കുറഞ്ഞതനുസരിച്ചുള്ള ഒരു കുറവ് ആളുകളിലേക്ക്, ഒരു കസ്റ്റമറിലേക്ക് ലഭിക്കുന്ന രീതിയിൽ ചെയ്യാനായിട്ട് ഒരു വ്യാപാരിക്ക് സാധിക്കാത്ത തരത്തിലാണ് സ്വർണത്തിന്റെ മാർക്കറ്റ് വില നിൽക്കുന്നത്. അതും ഒരു വലിയ പ്രതിസന്ധിയാണ്. ഇപ്പൊ ഒരു കസ്റ്റമർ വന്നാൽ തന്നെ സ്വർണ്ണവില, നമ്മൾ കാഴ്ചയിൽ സ്വർണ്ണവില ഇന്ന് പകല് കുറഞ്ഞിരുന്നു. എന്നിരുന്നാൽ തന്നെ ഇതിന്റെ നമ്മൾ 24 ക്യാരറ്റിലെ ആണ് നമ്മുടെ ബേസ് ആയിട്ട് യൂസ് ചെയ്യുന്ന വില, ആ വില വെച്ച് കൺവേർട്ട് ചെയ്ത് നോക്കുമ്പോൾ അത് വളരെ ഉയർന്നാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള പണിക്കൂറിയും ഒക്കെ നമുക്ക് കസ്റ്റമറിൽ നിന്ന് മേടിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് കസ്റ്റമർക്ക് ഒരു വലിയ പ്രയോജനം ഈ വിലക്കുറവ് കിട്ടുന്നില്ല. പക്ഷെ ഉച്ച കഴിഞ്ഞോടുകൂടി വീണ്ടും റേറ്റ് ഉയർന്നതോടുകൂടി ആളുകൾ വീണ്ടും എല്ലാവർക്കും ഒരു ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. ഇതെന്താണ് ഇങ്ങനെ ഒന്ന് കുറയുന്നു, ഒന്ന് കൂടുന്നു, ഇനി വീണ്ടും കുറയുമോ, ഇങ്ങനെ ഒരു തേങ്ങലിലാണ് ആളുകൾ നിൽക്കുന്നത്. കടയിലേക്ക് പോകാൻ തന്നെ മടിക്കുന്ന തരത്തിൽ എല്ലാവരും ഒരു മാർക്കറ്റ് സ്റ്റഡി ആവാനായിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത് എന്ന് എനിക്ക് തോന്നുന്നത്. അതായത് ഇനിയിപ്പോൾ ഈ സ്വർണ്ണ വിലയിൽ ഒരു കുറവ് വരാനുള്ള സാധ്യത അത് ഇല്ല എന്ന് തന്നെയാണ് താങ്കൾ ഇപ്പോൾ ഏതായാലും പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഈ വിപണിയെ ഇനിയിപ്പോൾ അത് എങ്ങനെയാകും ബാധിക്കാനുള്ള സാധ്യത? ഈ ജനങ്ങൾ ഈ സ്വർണത്തിൽ നിന്നും മാറിപ്പോകാനുള്ള ഒരു സാധ്യതയുണ്ടോ? സ്വർണത്തിൽ നിന്നും മാറിപ്പോവുക എന്നുള്ള ഒരു സാധ്യത ഈ സ്വർണത്തെ സംബന്ധിച്ച് നിലവിലില്ല. കാരണം സ്വർണം എപ്പോഴും ഏത് സമയത്ത് വാങ്ങി വെച്ചാലും അവർക്ക് ഒരു വർഷം കഴിഞ്ഞ് കൊടുത്താൽ ഏറ്റവും മിനിമം 10% എങ്കിലും വർധനവ് ഗോൾഡിൽ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് ആളുകൾ സ്വർണ്ണ നിക്ഷേപം ആയിട്ട് സ്വർണത്തെ കാണുന്നുണ്ട്. ഇപ്പോഴും ആളുകൾ കോയിനുകളായിട്ടും ബാറുകളായിട്ടും ഒക്കെ
ആളുകൾ, സമ്പന്നരായിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ചില ആളുകൾ അവരുടെ ജന്മദിനം ഒക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ മക്കളുടെ ജന്മദിനം ഒക്കെ വരുമ്പോൾ, പെൺകുട്ടികളുടെ ഒക്കെ വരുമ്പോൾ ഓരോ പവൻ വീതം വാങ്ങി വെക്കുന്ന തരത്തിലേക്കൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഒരു അങ്ങനത്തെ രീതിയിൽ അസറ്റായിട്ട് ആളുകൾ വാങ്ങി വെക്കുന്നുണ്ട്. പിന്നെ ആഭരണങ്ങളായിട്ട് വാങ്ങുന്നത് അത്യാവശ്യം നമുക്കിപ്പോൾ ആവശ്യമുള്ളതനുസരിച്ചുള്ളത് മാത്രമേ ആളുകൾ വാങ്ങുന്നുള്ളൂ. അല്ലാതെ ലാവിഷായിട്ട്, അല്ലെങ്കിൽ കല്യാണം വരുന്നു, പണ്ട് കാലത്തൊക്കെ 50 പവൻ 100 പവനൊക്കെ എന്നുള്ള കണക്കിൽ വാങ്ങുന്ന ആളുകൾ അത് വളരെയധികം കുറച്ച് അത് 50 എന്നുള്ളത് 30 ആക്കിയും അങ്ങനെയുള്ളൊരു തരത്തിലേക്ക് ചേഞ്ചുകൾ എല്ലാ മേഖലയിലും വന്നിട്ടുണ്ട്. അതിന്റെ ഒരു മാന്ദ്യം എല്ലാ വ്യാപാര സ്ഥാപനങ്ങളിലും ഉണ്ടായിട്ടുമുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.